Hi friends, welcome to Aisha's Kitchen. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കടായി പ്രോൺസിന്റെ റെസിപ്പിയാണ്. ഇത് ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ ഡിഷ് കൂടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ കടായി യൂസ് ചെയ്തിട്ടാണ് ഈ ചെമ്മീൻ്റെ ഡിഷ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് കടായി മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ റെസിപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കടായി മസാല പൗഡറിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരുപാട് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ കടായി പ്രോൺസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഞാൻ ഈ പ്രോൺസ് കറിയിൽ ഞാൻ സ്പെഷ്യലായിട്ട് ബേബി പൊട്ടാറ്റോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വീട്ടിൽ ഒരുപാട് പൊട്ടാറ്റോ വാങ്ങിച്ചപ്പോൾ അതിൽ ചിലതൊക്കെ മുളച്ചു പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു പൊട്ടാറ്റോ മുളച്ചത് എടുത്തിട്ടൊന്ന് കുഴിച്ചിട്ട് നോക്കിയതാണ്. 2 മാസത്തിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇത്രയും പൊട്ടാറ്റോസ് കിട്ടി. ഒരുപാട് പൊട്ടാറ്റോസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത്. പക്ഷേ ഇത്രയും കിട്ടിയല്ലോ, എന്തായാലും ഹാപ്പി. പിന്നെ ഇത് ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാത്രമില്ല, ഒരു ഡിഷിന് വേണ്ടി മാത്രമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കടായി പ്രോൺസിൽ ആഡ് ചെയ്ത് കൊടുത്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴിയുമെങ്കിൽ ഇതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ തയ്യാറാക്കുക. ഇനി നമ്മൾക്ക് ഈ റെസിപ്പിയിലേക്കുള്ള കടായി മസാല പൗഡർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കറാമ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കുരുമുളകാണ്, ഏലക്കയുണ്ട്, പിന്നെ കറാമ്പൂ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ ഇതിപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീനിലേക്കുള്ള കടായി മസാല പൗഡറാണ്. ഇത്രയും മതി 1/2 കിലോ ചെമ്മീനിലേക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടായി മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ബേബി പൊട്ടാറ്റോസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് മതി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ബേബി പൊട്ടാറ്റോസ് മൊത്തം ഞാനിതുപോലെ പീൽ ചെയ്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ചെമ്മീൻ്റെ മസാലയിലിട്ടിട്ട് വേവാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുക്ക് ചെയ്യരുത്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്ത ശേഷം ഞാനിത് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ബേബി പൊട്ടാറ്റോസ് ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് കടായി പ്രോൺസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതുപോലത്തെ കടായി എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. ഇതിൻ്റെ പകുതിയോളം നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് വഴറ്റണം. ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ബാക്കി പകുതി എടുത്തിട്ട് നമ്മളൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ഒന്ന് പ്യൂരിയാക്കി എടുക്കണം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നത് വരെ നമ്മൾ വഴറ്റണം. അത് വളരെ നിർബന്ധം കേട്ടോ ഈ റെസിപ്പിയിൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് വഴറ്റിയെടുത്തിട്ട് മാറ്റി വെക്കരുത്. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. മുകളിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, സൈഡിലൊക്കെ എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ കടായിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം, കാരണം നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ മൊത്തത്തിൽ ഈ തക്കാളി വഴറ്റാൻ എടുത്തില്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബേബി പൊട്ടാറ്റോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെമ്മീനിലേക്കും പൊട്ടാറ്റോയിലേക്കും വേറെ ഒരു മസാലകളും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ തക്കാളി വഴറ്റിയെടുത്ത ആ ഒരു മസാലയിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് മാത്രം, അധികം ആഡ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ചെമ്മീനും ചെറുതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. തക്കാളിയുടെ കൂടെ തന്നെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി സോട്ട് ചെയ്തതും ചെമ്മീൻ സോട്ട് ചെയ്തതും, അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മളുടെ കടായിൽ ഇത്രയും എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ലൈറ്റ് ആൻഡ് ഗോൾഡൻ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം.
ഞാനിപ്പോൾ ഇതിലേക്ക് വലിയ സൈസുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ 2 സവാള എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല ലൈറ്റ് ആൻഡ് ഗോൾഡൻ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഗോൾഡനും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള ചേരുവകളൊക്കെ. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അതായത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ നേരത്തെ 3 തക്കാളി എടുത്തെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ അത് വഴറ്റിയെടുത്തു. ബാക്കി പകുതി എടുത്തിട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഗ്രേവിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പൈസ് വേണമെന്നുള്ളവർക്ക് ഒരു 2-3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറഞ്ഞ സ്പൈസിലാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും പൊട്ടാറ്റോയും കൂടി സോട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീനും പൊട്ടാറ്റോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ സ്പൈസ് പൗഡേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോഴേ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കടായിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് സ്പൈസ് പൗഡേഴ്സ് അടിയിൽ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടായി മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയല്ലോ, അപ്പോൾ നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ഇനി മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് അധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഡ്രൈ ആയിട്ട് ഗ്രേവി തിക്കാവുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നമ്മൾ ചെമ്മീനും അധികം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ചെമ്മീനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് റെഡി ആവുന്നത് വരെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രേവി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ചെറുതായിട്ട് തിക്കും ആയിട്ടുണ്ട്. പക്ഷേ എണ്ണ മുകളിൽ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ മുകളിൽ തെളിയുന്നത് വരെ കുക്കാവണം. ഇപ്പോൾ ഏകദേശം തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് അത് എണ്ണ മുകളിൽ തെളിയുന്നത് വരെ കുക്ക് ചെയ്യുവാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയില കറിവേപ്പില ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ എണ്ണ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്, സൈഡിലേക്കൊക്കെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്, കടായി പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു വേറൊരു കടായിലേക്ക് മാറ്റാം. അപ്പോൾ കടായി പ്രോൺസ് വിത്ത് ബേബി പൊട്ടാറ്റോസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബട്ടർ നാനിൻ്റെ കൂടെയൊക്കെ വളരെയധികം ടേസ്റ്റുള്ളൊരു ഡിഷാണ്. പ്രത്യേകിച്ച് ചെമ്മീൻ്റെ റെസിപ്പീസൊക്കെ എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വ്യത്യസ്തമായ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ കടായി പ്രോൺസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോൺസ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്